ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. 28-ാമത്തെ ഹദീസാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വിനയം വിശ്വാസിയുടെ മുഖമുദ്ര. അൻ അയ്യാദ് ബിൻ ഹിമാരിൻ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ ഔഹാ ഇലയ്യ അൻ തവാളഉ ഹത്താ ലാ യഫ്ഖറ അഹദുൻ അലാ അഹദിൻ വലാ യബ്ഗിയ അഹദുൻ അലാ അഹദിൻ. ഇയാദ് ബിൻ ഹിമാർ റളിയല്ലാഹു അൻഹു നിവേദനം. അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ വിനയമുള്ളവരാകൂ. ഒരാളും മറ്റൊരാളുടെ മേൽ ദുരഭിമാനം നടിക്കരുതെന്നും അതിക്രമം കാണിക്കരുതെന്നും അള്ളാഹു എനിക്ക് ബോധനം നൽകിയിരിക്കുന്നു. വിനയം വലിയ മഹത്വമുള്ള ഒരു സ്വഭാവ ഗുണമാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിനയത്തോടെ ജീവിക്കുന്നവർക്ക് അള്ളാഹു ഔന്നിത്യം നൽകും. പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടു വന്ന വസ്തുതകൾ ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും വിനയമുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അഹങ്കാരം, അഹംഭാവം, ദുരഭിമാനം തുടങ്ങിയ ദുസ്വഭാവങ്ങൾ നിർബന്ധമായും ഒരു സത്യവിശ്വാസി ഉപേക്ഷിക്കേണ്ടതാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്നും അകന്നു പോകാൻ ദുസ്വഭാവങ്ങൾ കാരണമാകും. സത്യത്തെ നിരാകരിക്കലും ജനങ്ങളെ നിസ്സാരവൽക്കരിക്കലുമാണ് അഹങ്കാരം. അഹങ്കാരം മനുഷ്യൻ്റെ നാശത്തിനുള്ള കാരണമാണ്. അല്ലാഹു തആല ഖുർആനിലൂടെ പറയുന്നു, ഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർദി ഹൗന വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലു സലാമ. പരമകാരുണികൻ്റെ ദാസന്മാർ ഭൂമിയിൽ കൂടി വിനയത്തോടെ നടക്കുന്നവരും അവിവേകികൾ തങ്ങളോട് സംസാരിച്ചാൽ സമാധാനപരമായി മറുപടി നൽകുന്നവരുമാകുന്നു. വഖ്ഫിൽ ജനാഹക ലിൽ മുഅ്മിനീൻ. സത്യവിശ്വാസികൾക്ക് നീ നിൻ്റെ ചിറക് താഴ്ത്തിക്കൊടുക്കുക എന്ന ഹിജ്റ 58-ാമത്തെ ആയത്തിലും അള്ളാഹു പറയുന്നു. വിനയത്തോടുകൂടി ജീവിക്കണമെങ്കിൽ നമ്മിലുള്ള ചിന്ത നമുക്ക് എല്ലാം കിട്ടിയത് അള്ളാഹുവിൽ നിന്നാണ്. വമാ ബിക്കും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. മുഴുവൻ അനുഗ്രഹവും അള്ളാഹുവിൽ നിന്നാണ്. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാ. അള്ളാഹുവിൽ നിന്നല്ലാതെ ഒരു സഹായവും നമുക്ക് ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ കിട്ടിയ കഴിവുകളിൽ അഹങ്കരിക്കാതെ അതേത് സമയത്തും പോകാൻ സാധ്യതയുണ്ട്, ഒഴിവാക്കപ്പെടാൻ സാധ്യതയുണ്ട്, അള്ളാഹു അത് പിൻവലിക്കാൻ സാധ്യതയുണ്ട് എന്ന വിനയത്തോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. നമുക്കൊരു കഴിവുണ്ടെങ്കിൽ നമ്മളെക്കാൾ മികച്ച കഴിവ് മറ്റുള്ളവർക്കുണ്ടാകാം എന്ന് വിചാരിച്ച് എല്ലാവരെയും ബഹുമാനിച്ച് ആരോടും അഹങ്കാരം കാണിക്കാതെ വിനയത്തോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതിലുള്ള മാനസിക വിശാലത അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.